എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഓരോ കാഴ്ചയും. വീൽചെയറിലുള്ള ഒരു അമ്മൂമ്മ, ഒരു ഡെലിവറി സ്കൂട്ടർ, ഒരു സുന്ദരൻ നായ, കോഫി, മരങ്ങൾ. ഈ ലോകത്തിലെ എല്ലാം തന്നെ നോർമലായിരുന്നു, ഞാനൊഴികെ. കഠിനമായ വയറുവേദന കാരണം ആ റോഡിന് നടുക്ക് ആ പെൺകുട്ടി ഇരിക്കുന്നു. 3 മിനിറ്റ്, 3 മിനിറ്റാണ് എൻ്റെ ജീവിതം തകിടം മറിച്ചത്. ആ 3 മിനിറ്റിൽ കുറച്ചാളുകൾ പുകവലിക്കുന്നു, ചിലർ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ചിലരുടെ മുഖത്താകട്ടെ നല്ല സന്തോഷം. തന്നെ നേരെ പാഞ്ഞു വരുന്ന ഒരു വലിയ ട്രക്കിലേക്ക് നോക്കി അവൾ ഇപ്രകാരം ചിന്തിച്ചു. ചിലരാകട്ടെ മരിക്കുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു അത്. സർജറിക്ക് വിധേയയായ ഒരു പേഷ്യന്റിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പഠിച്ച പണി 18 ആ ഡോക്ടർ ചെയ്യുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഡോക്ടർ എന്നുള്ള തന്റെ നിലയും വിലയും നഷ്ടപ്പെടാനും ആ 3 മിനിറ്റ് തന്നെ ധാരാളം. 2009 ബൂസാൻ നഗരം. ആ സുന്ദരമായ പ്രഭാതം അന്ന് ആഘോഷിക്കുന്നത് നമ്മുടെ നായികയായ ഹാനോളിനെയാണ്. കൊറിയയിലെ ടോപ്പ് സ്റ്റുഡന്റ് തീർന്ന തന്റെ മകളുടെ പേരിൽ കുറച്ചൊന്നുമല്ല അവളുടെ അമ്മ സന്തോഷിക്കുന്നത്. അവളുടെ അമ്മയും മാമനെയും എല്ലാവരും അഭിനന്ദിക്കുന്നു. തന്റെ മകളെ ഡോക്ടറാക്കാനാണ് അവരുടെ ആഗ്രഹം. നമ്മുടെ ഹാനുളാകട്ടെ വെറും പഠിപ്പിയല്ല, ഒരൊന്നാന്തര സൈക്കോ പഠിപ്പിയാണവൾ. നടന്നു പോയാൽ താമസിച്ചെത്തുമെന്ന് പറഞ്ഞ് ആ സമയം ലാഭിക്കാനായി ഓടിയാണവൾ എല്ലായിടവും പോകുന്നത്. ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുമ്പോൾ വയറിന് കുഴപ്പം വരാതിരിക്കാനും ഉറങ്ങിപ്പോകാതിരിക്കാനുമായി പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡ്സ് മാത്രമേ അവൾ കഴിക്കൂ. എല്ലാത്തിനും ടൈം വെച്ചാണ് അവൾ ജീവിക്കുന്നത്. ഒരു ദിവസം 17 മണിക്കൂറാണ് അവൾ പഠിക്കാനായി ചിലവാക്കുന്നത്. എന്നാലോ 2009 തന്നെ സോൾ നഗരത്തിൽ മറ്റൊരു കുട്ടിയായിരുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്, നമ്മുടെ നായകൻ ജോങ് വു. പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനായിരുന്നു അവനെ എല്ലാവരും അഭിനന്ദിച്ചത്. അവന്റെ 2 സുഹൃത്തുക്കളായിരുന്നു അവന്റെ സപ്പോർട്ട് സിസ്റ്റം. തന്റെ അച്ഛന്റെ 1ാം ഓർമ്മദിനത്തിന്റെ അന്ന് ഹാനൽ തന്റെ അമ്മയോട് തനിക്ക് മികച്ച മെഡിക്കൽ കോളേജായ ഹാങ്കോക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഇത്ര ലാഭത്തിൽ പ്രവർത്തിക്കാത്ത അവരുടെ സീ ഫുഡ് ഫാക്ടറി വിറ്റ് സോളിലേക്ക് താമസം മാറാമെന്നും പറയുന്നു. അറിഞ്ഞോ, നമ്മുടെ ക്ലാസ്സിൽ പുതിയൊരു സുന്ദരി പെങ്കുശു വരുന്നു. നമ്മുടെ ജോങ്കു ആകട്ടെ ഇതൊന്നും ഒരു മൈൻഡുമില്ലാതെ എഴുതുകയാണ്. അവളൊരു ഭൂലോക പഠിപ്പിയുമാ. പരീക്ഷയിൽ ജോങ്ങുവിന് കിട്ടിയ സെയിം മാർക്ക് അവൾക്ക് കിട്ടിയത്. അത് കേട്ടതും അവൻ എഴുത്തു നിർത്തുന്നു. അവന്റെ അടുത്തേക്ക് വന്ന ആ ചെറുക്കൻ അവനോട് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തിന്? അപ്പോഴേക്കും അവിടേക്ക് ടീച്ചർ വന്ന് ഹാനോളിനെ പരിചയപ്പെടുത്തുന്നു. പരസ്പരം കണ്ടപ്പോൾ തന്നെ ഒത്തുപോവില്ല എന്ന ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അവർക്ക് 2 പേർക്കും. സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യനേ ഉള്ളൂ. ഈ സ്കൂളിൽ ഒരു ടോപ്പ് സ്റ്റുഡന്റേ കാണൂ. അതെ, യുദ്ധം ആരംഭിക്കുകയായി. ജോങ്കു ക്ലാസ്സിൽ അവളെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലെങ്കിലും അവൾ എന്തു ചെയ്യുന്നുവെന്ന് ക്യോട്ട് കണ്ടിട്ട് നോക്കാറുണ്ട്. ഹാനോളാകട്ടെ അവളോട് സംസാരിക്കാൻ വരുന്ന എല്ലാ പിള്ളേരെയും തനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്നു. അവളോട് സംസാരിക്കാൻ വരുന്ന അവനെ വരെ അവൾ ഓടിച്ചു വിടുന്നു. ഇതെന്ത് ജീവി എന്ന രീതിയിൽ അവൻ അവളെ നോക്കുന്നു. ഇന്റർവെല്ലിന്റെ കൂട്ടുകാരോടൊപ്പം ചിൽ ചെയ്ത് നടക്കുന്ന ജോങ്കു വർക്കൗട്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഹാനോളിനെ കാണുന്നു. ഈ പെണ്ണൊരു വട്ട് കേസാന്ന് തോന്നുന്നേ. കുറെ നേരം ഇരുന്ന് പഠിച്ച് ചലനശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓഹോ, അപ്പൊ പഠിത്തവും ഹെൽത്തും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണല്ലേ. ക്ലാസ്സിലാകട്ടെ ടീച്ചർ കൊടുത്ത ഒരു കണക്ക് അവൻ ബുക്കിൽ ചെയ്ത ആൻസർ കണ്ടെത്തുന്ന ടൈം കൊണ്ട് മനക്കണക്ക് ചെയ്ത് അവനേക്കാൾ മുന്നേ ഉത്തരം പറയുന്നു അവൾ. ഉത്തരം ആദ്യം കിട്ടിയെന്ന സന്തോഷത്തിന്റെ ചിരി അതേപോലെ മാഞ്ഞുപോയി അവന്റെ മുഖത്ത് നിന്ന്. എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നു. അവനതത്ര പിടിക്കുന്നില്ല. ക്ലാസ് വിട്ട് പോകാനൊരുങ്ങുമ്പോൾ അവൻ കാണുന്നത് അവൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ അതുപോലെ എടുത്ത് വായിലിടുന്നതാണ്. അത് ഈ വെള്ളം ഒഴിച്ചു കുടിച്ച് ഒന്നിനു പോകുമെന്ന് പറഞ്ഞ് ആ ടൈം കൂടി ലാഭിക്കുകയും പെണ്ണ. ഹേ പ്രഫു, ക്യാ ഹുവാ എന്ന രീതിയിലായി പോകുന്നു അവൻ. പിറ്റേന്ന് സ്കൂളിൽ വന്ന് അവൻ കാണുന്നത് ആദ്യം ക്ലാസ്സിലെത്താനായി ഓടുന്ന ഹാനോളിനെയാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പുറകെ അവനും ഓടുന്നു. പക്ഷേ എത്ര ഓടിയിട്ടും കൊറിയയിലെ മികച്ച മെഡിക്കൽ കോളേജായ ഹാങ്കോക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടത് അവരിൽ ഒരാൾ മാത്രമായിരുന്നു. ഹാങ്കോക്ക് യൂണിവേഴ്സിറ്റിയുടെ ആലുമിനി മീറ്റിംഗ് നടക്കുകയായിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് കൊറിയയിലെ ഏറ്റവും പ്രശസ്തനായ പ്ലാസ്റ്റിക് സർജൻ ജോങ്വുവിനെ പറ്റിയായിരുന്നു. ജോങ്വു ഒരു യൂട്യൂബ് സ്റ്റാറുമായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച ഡോക്ടറായി പേരെടുത്ത് അവൻ ഒന്നിലേറെ ക്ലിനിക്കുകളും തുടങ്ങുന്നു. കുറേയധികം കോസ്മെറ്റിക്സ് ആഡ്സിന്റെ മോഡലായി പോലും അവൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ കുറച്ച് ജലസായിട്ടുള്ള ഒരു ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു. ഡയോങ് എന്നായിരുന്നു അയാളുടെ പേര്. പുള്ളിക്കാരൻ അങ്ങനെ പേഷ്യൻസ് ഒന്നുമില്ല. അയാളാകട്ടെ ജോങ്കുവിന്റെ പ്രശസ്തിയൊക്കെ ലക്ക് കാരണമാണെന്നാണ് പറയുന്നത്. ജോങ്കു അവിടെ വന്നപ്പോഴാകട്ടെ അവനെ അയാൾ അങ്ങനെ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല. ആ ഇവന്റിൽ ഏറ്റവും മികച്ച പ്ലാസ്റ്റിക് സർജനുള്ള ആ വർഷത്തെ മന്ത്രിസഭാ അവാർഡ് അവന് ലഭിക്കുന്നു. ഡേയോങ്ങിന് അതും ഒട്ടും ദഹിക്കുന്നില്ല. സത്യം പറയാലോ, ജോങ്കുവിന് അർഹിച്ച അവാർഡ് തന്നെ അത്. അവനവന്റെ യൂട്യൂബ് വരുമാനം മുഴുവൻ പാവപ്പെട്ടവർക്ക് ചിലവഴിക്കുക. മാത്രമല്ല എത്ര സ്ഥലങ്ങളിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയത് അത്. ഇതൊക്കെ ഇവൻ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാ.
ആ ഫംഗ്ഷൻ കഴിഞ്ഞ് അവൻ നേരെ ചെന്നത് തന്റെ സ്കൂളിലെ ബെസ്റ്റീസിനെ കാണാനാണ്. അവരാണ് അവന്റെ യൂട്യൂബ് ചാനലൊക്കെ മാനേജ് ചെയ്യുന്നത്. അവരവനെ സ്കൂൾ മീറ്റപ്പിന് വിളിക്കുന്നു. ഇല്ലടാ, ഞാൻ വരുന്നില്ല. അതെന്താടാ, ഹാനോൾ വരുമെന്ന് പേടിച്ചിട്ടാണോ? ഞാൻ എന്തിനാ പേടിക്കുന്നേ? അത് പറഞ്ഞപ്പോഴാന്നേ ആ പെണ്ണിനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. ലാസ്റ്റ് എക്സാമിന് എന്തോ പറ്റിയിട്ട് വേറെ ഏതോ മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചതൊക്കെ. എവിടെയായാലും അവളുടെ ഒരു കാലിബർ വെച്ച് നന്നായി എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും. അതെ അതെ, വളരെ നന്നായി തന്നെയായിരുന്നു അവളുടെ ജീവിതം പൊക്കോണ്ടിരുന്നത്. അവളൊരു അനസ്തെറ്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ സീനിയർ ഡോക്ടർ അവളെ എപ്പോഴും വഴക്ക് പറയുകയും അവളെ ഒരു ട്രാഷ് പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ള ഡോക്ടേഴ്സ് അവരുടെ സർജറി വർക്ക് കൂടി അവളെ ഏൽപ്പിക്കുമെങ്കിലും അവൾക്കൊരു ബഹുമാനം പോലും ആരും നൽകിയിരുന്നില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നീല ചെറിയ ആഹാരം പോലും കഴിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അത് അവളുടെ ആരോഗ്യത്തെയും നന്നായി ബാധിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പണക്കാരിയായ സ്ത്രീ പ്ലാസ്റ്റിക് സർജറിക്കായി ജോങ്വുവിനടുത്ത് വരുന്നു. അവർക്ക് ഒരുപാട് ബോഡി ഗാർഡ്സ് ഉള്ളത് അവൻ കാണുന്നു. അതിൽ നിന്ന് തന്നെ ആൾ ചില്ലറക്കാരിയല്ല എന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ സർജറി ദിവസമാകുന്നു. ഇവിടെ ഹാനോളിനാകട്ടെ നല്ലതുപോലെ വയറുവേദനയും എടുക്കുന്നു. എന്നാലും തന്റെ കൂട്ടുകാരിയോടൊപ്പം ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞതിനാൽ അവൾ പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട സീൻ. കഠിനമായ വയറുവേദന കാരണം റോഡിൽ അവൾ ഇരുന്നു പോകുന്നു. ഭാഗ്യം, അവൾ അവിടെ ഇരിക്കുന്നത് നേരത്തെ കണ്ട ആ ട്രക്ക് ഡ്രൈവർ അവളെ ഇടിക്കാതെ വണ്ടി വെട്ടിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ബോധം പോയി അവൾ വീണിരുന്നു. അവളോടൊപ്പം ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ കൂട്ടുകാരി ഇത് കണ്ട് ഓടി വരുന്നു. അവരും ഒരു ഡോക്ടറായിരുന്നു. ഇതേ സമയം ബ്ലീഡിംഗ് നിൽക്കാത്തത് കാരണം ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാൻ പഠിച്ചു പണി 18 നോക്കുകയായിരുന്നു ജോങ്വു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അവനത് നിർത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഹൃദയസ്തംഭനം മൂലം അവർ മരിക്കുന്നു. സോ ഡോക്ടർ പറയുന്നത് സർജറിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലേ? പോലീസുകാരൻ ജോങ്വുവിനോട് ചോദിച്ചു. അതെ. ഓക്കെ ഡോക്ടർ, പിന്നീട് വിളിച്ചാൽ വരേണ്ടി വരും. അവൻ പോകുന്നു. ഇതിനോടകം തന്നെ ഈ കാര്യം വലിയ വാർത്തയായി തീർന്നിരുന്നു. CCTV വിഷ്വൽസിലാകട്ടെ ആ സർജറിയുടെ വീഡിയോ മാത്രമില്ലായിരുന്നു. പോലീസ് ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിന്നു പോകുന്നു ജോങ്വു. അങ്ങനെ കേസ് കോടതിയിലെത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരിച്ച സ്ത്രീയുടെ ശരീരത്തിൽ ആന്റികോയാഗുലൻസ്, അതായത് രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് കണ്ടെത്തിയിരുന്നു. എതിർഭാഗം വക്കീൽ സർജറി ടൈമിൽ ഈ മരുന്ന് കൊടുത്തതിനാലാണ് ബ്ലീഡിംഗ് കാരണം സ്ത്രീ മരിച്ചതെന്ന് പറയുമ്പോൾ തന്റെ ക്ലിനിക്കിൽ ഒരിക്കൽ പോലും ആന്റികോയാഗുലൻ വാങ്ങിയിട്ടില്ല എന്ന് ജോങ്വുവിന്റെ വക്കീൽ പറയുന്നു. യുവർ ഓണർ, മരിച്ച സ്ത്രീ മറ്റൊരു അസുഖത്തിന്റെ ഫലമായി എടുത്ത മരുന്നുകളുടെ ഒപ്പം ആന്റികോയാഗുലൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ കാരണം. മാത്രവുമല്ല, ഈ ഒരു രോഗത്തിന്റെ പേരിൽ മരുന്ന് കഴിക്കുന്ന കാര്യം ആ സ്ത്രീ എന്റെ കക്ഷിയെ അറിയിച്ചിട്ടുമില്ല. യുവർ ഓണർ, ഇത്രയധികം ബ്ലീഡിംഗ് ഉണ്ടാകാൻ വേണ്ടി മാത്രം ആന്റികോയാഗുലന്റുള്ള മരുന്ന് മരിച്ച സ്ത്രീ കഴിച്ചിരുന്നില്ല. കൂടാതെ ആ വക്കീൽ ജോങ്വുവിന്റെ ക്ലിനിക്കിലെ ഡസ്റ്റ്ബിന്നിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരു ആന്റികോയാഗുലന്റിന്റെ കുപ്പി തെളിവായി കോടതി സമക്ഷം ഹാജരാക്കുന്നു. യുവർ ഓണർ, ഇത്തരത്തിലൊരു തെളിവിന്റെ കാര്യം അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സോ ഇതിന്റെ വിശ്വാസത്തിൽ സംശയമുണ്ട്. ഈ കുപ്പിയിൽ ഡോക്ടറിന്റെ ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പരം എന്ത് വിശ്വാസത്തെയാണ് ഈ തെളിവിൽ വേണ്ടത്? തനിക്കൊന്നും അറിയില്ല എന്ന് ജോങ്വു പറയുന്നു. എന്നാൽ അവന്റെ വക്കീലിന്റെയും കൂട്ടുകാരുടെയും ഉൾപ്പെടെ എല്ലാവരുടെ മുഖത്തും നിരാശയായിരുന്നു. അന്നത്തെ ദിവസം രാത്രി മറ്റാര് തന്റെ കൂടെ ഇല്ലെങ്കിലും തന്റെ ഫ്രണ്ട്സ് തന്റെ കൂടെ കാണുമെന്നും തന്നെ വിശ്വസിക്കുമെന്ന കോൺഫിഡൻസിൽ അവരെ കാണാൻ ചെന്ന അവനെ അവന്റെ കൂട്ടുകാർ വരെ തള്ളിപ്പറയുന്നു. ഒടുവിൽ പരസ്പരം അവർ അടിയാവുന്നു. അങ്ങനെ തന്റെ പ്രൊഫഷനും തുലാസിലായി പല കോസ്മെറ്റിക് കമ്പനികളിൽ നിന്നും പരസ്യത്തിനായി ലഭിച്ച പൈസയെല്ലാം കൂടി ഏകദേശം 1 ബില്യൺ വോൺ തിരിച്ചു കൊടുക്കേണ്ട കടക്കാരനായി, കൂട്ടുകാർ പോലും വിശ്വസിക്കാത്ത ഒരുത്തനായി, സർവ്വവും നഷ്ടപ്പെട്ടവനെ പോലെ നിന്ന് അവന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് മരിച്ച സ്ത്രീക്ക് അനുകൂലമായാണ് വിധി വരുന്നതെങ്കിൽ തടവറയിൽ കിടക്കുന്നത് കൂടാതെ വലിയൊരു തുക നഷ്ടപരിഹാരമായി അവൻ നൽകേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാലും ഇത്രയും വയറുവേദന ഉണ്ടായിട്ട് നീ ചെക്ക് ചെയ്യാതെ കളഞ്ഞല്ലോ മോളെ. ഒന്നുമില്ലേലും നീ ഒരു ഡോക്ടറല്ലേ? ഈ വയറുവേദന വന്നത് കഴിഞ്ഞ മാസം എന്റെ ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്തോണ്ടല്ലേ മാമ. അത് കുഴപ്പമൊന്നുമില്ല. എന്തു പറഞ്ഞാൽ എന്താ, ഇന്നത്തെ പോലെ ഇനി എങ്ങനെ തളർങ്ങി വീണാലോ? അതെങ്ങനെ നേരാവണ്ണം ഫുഡ് പോലും കഴിക്കത്തില്ല. പിന്നാ പിറ്റേ ദിവസവും നിസ്സാര കാരണങ്ങൾക്ക് അവളുടെ സീനിയർ ഡോക്ടർ അവളെ വഴക്ക് പറയുന്നു. മാത്രവുമല്ല, അവൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷൻ പോലും തന്റെ ഇഷ്ടക്കാരന് ആ ഡോക്ടർ നൽകുന്നു. താൻ ഇപ്രകാരം ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവളല്ല എന്ന് അവൾ ചിന്തിക്കുന്നു. ഒടുവിൽ മനസ്സ് കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ അവൾ ഒരു മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ ചെല്ലുന്നു. അവൾ തന്റെ അവസ്ഥ ഡോക്ടറിനോട് തുറന്നു പറയുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഡോക്ടർ. ചില സമയം മരണത്തെക്കുറിച്ച് പോലും ഞാൻ സീരിയസ് ആയി ചിന്തിക്കുന്നു. അവളെ വിശദമായി പരിശോധിച്ച ഡോക്ടർ ഒടുവിൽ അവൾക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നു. എന്നാൽ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ടെറസിലിരുന്ന് കുറച്ച് ബിയർ കുടിക്കാമെന്ന് കരുതി അവൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് കുറച്ച് ലഗേജുകളാണ്. ടെറസിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നിൽക്കുന്നത് അവൾ കാണുന്നു. ആരാ? അവൻ തിരിയുന്നു. അത് ജോങ്വു ആയിരുന്നു. പരസ്പരം കണ്ട നിമിഷം തങ്ങളുടെ സ്കൂൾ ജീവിതം മുഴുവൻ അവർ ഓർക്കുന്നു. നീ എന്താ ഇവിടെ?
അത് ഞാനല്ല ചോദിക്കണ്ടേ? അതെ, അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആയ സിറ്റുവേഷനിൽ അവർ കണ്ടുമുട്ടുകയാണ് കൂട്ടുകാരെ, കണ്ടുമുട്ടുകയാണ്. ഇനി എന്തായി തീരുമെന്നറിയാൻ അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കൂ ലൂണ ടോക്സിലൂടെ.